നോമ്പുകളും എല്ലാം അല്ലാഹു തആല നമ്മൾ തന്നെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നാമേയും നമ്മുടെ കുടുംബങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ സഹായിച്ചവരൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും അഅ്തഖും മിനന്നാറും ഒക്കെ നൽകി അവൻ ആദരിച്ചവരുടെ കൂട്ടത്തിലും അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് 27-ാം രാവാണ്, വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. എന്തുകൊണ്ടും സാധ്യതയേറെ പറയാം. ലൈലത്തുൽ ഖദർ കഴിഞ്ഞിക്കണോ എന്ന് നമുക്കറിയില്ല, അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടതും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ സാധാരണയിൽ നടക്കാറുള്ള ഒരു ദിക്റൊക്കെ രാത്രിയാണ്, അസറിന് ഇപ്പോൾ നോമ്പിനുണ്ടാവാറില്ലെങ്കിൽ ഇന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ആ ദിക്ർ ചെല്ലണം. അപ്പോൾ രാത്രി കൂടി ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു കൂലിയും കൂടി കിട്ടും. തറാവീഹ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരിക. വിത്തറും തസ്ബീഹ് നിസ്കാരവും തൗബയും ദിക്റും ദുആഒക്കെ ഇൻഷാ അല്ലാഹ് അതിന് ശേഷമായിരിക്കും ഉണ്ടാകുക അല്ലേ. പോയിട്ടൊരു 11 മണിയാകുമ്പോഴത്തേനും തിരിച്ചു വന്നാലേ തറാവീഹ് കഴിഞ്ഞിട്ട് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചൊന്ന് റീഫ്രഷ് ചെയ്തിട്ട് വരിക. വന്ന് എന്ത് ചെയ്യാം, നമുക്ക് തസ്ബീഹ് നിസ്കരിക്കണം, വേണ്ടേ? തസ്ബീഹ് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് വിത്തർ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിക്ർ നമ്മൾ ചൊല്ലി തൗബയും ചെയ്യില്ല. എന്നും തൗബ ചെയ്യണം. എന്നെല്ലാവരും കൂടി കൂട്ടിയിരുന്ന് തൗബ ചെയ്ത കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ആളുടെ തൗബ സ്വീകരിച്ച ആ കൂട്ടത്തിൽ നമ്മളൊക്കെ രക്ഷപ്പെടുകയല്ലേ. അങ്ങനെ ചെയ്ത് ഹയാത്താക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ശാരീരികമായിട്ട് ഇരിക്കാൻ പ്രയാസമില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഇരിക്കലുകൊണ്ട് നിർബന്ധ ബാധ്യത നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുള്ള ആളുകളൊക്കെയും അതിൽ പങ്കെടുക്കണം. അത്ര നേരം ഇരുന്ന് പിന്നെ പോയി കഴിഞ്ഞാൽ സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്ത, കാരണം ക്ഷീണം, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരതിലിരിക്കണം എന്നില്ല. അവർ വീട്ടിൽ പോയി എന്ത് ചെയ്യാം, ഒതുവോടുകൂടെ ദിക്റും ചൊല്ലി കിടന്നാലും സുബഹിക്ക് എഴുന്നേൽക്കണം. അപ്പം അത് നല്ലൊന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുമ്പിലുള്ള അവസാനത്തെ സമയങ്ങളാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നിട്ട് 1-2 ആയത്ത് ഓതി കൊടുത്തു. ഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബിൻ വകുല്ലു ജുസൂഉൻ മിൻഹാ മഖ്സൂർ എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് നരകത്തെക്കുറിച്ചാണ്. നരകം എന്ന് പറയുന്നത് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഈ ആയത്ത് ഓതി കൊടുത്തു. നരകം അതുപോലെ തന്നെ അതിന് 7 തട്ടുകളുണ്ട്. ലഹാ അബൂഅത്ത് സുബ്അ അബ്വാബു സുബ്അത്ത്, 7 കവാടങ്ങളുണ്ട്. വകുല്ലു ജുസൂഉൻ മിൻഹാ, അതിൽ ഓരോ കവാടങ്ങളിലും ഓരോ തട്ടുകളിലും ഒരുപാട് പാർട്ടുകളുണ്ട്, സെക്ഷനുകളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ ജിബ്രീൽ സുഫ്ലി, എനിക്കൊന്ന് വിശദീകരിച്ചതാ, എനിക്കൊന്ന് പറഞ്ഞതാ ആ നരകത്തെക്കുറിച്ച്, ഒന്നൊന്ന് വ്യാഖ്യാനിച്ചു തരുമോ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖലഖല്ലാഹു നാറ, അല്ലാഹു തആല നരകത്തെ സൃഷ്ടിച്ചു. വൗഖദ അൽഫു ആമി, നരകത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് 1000 വർഷം കത്തിച്ചു. ഇബ്നു ഹിബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഇതിൽ കാണാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം 1000 വർഷം നരകത്തെ കത്തിച്ചു. ഹത്തഹ്മറത്ത്, അത് ചുവപ്പ് കളറാകുന്നത് വരെ 1000 വർഷം കത്തിച്ചപ്പോൾ നരകം ചുവപ്പ് കളറായി മാറി. തീ, നമ്മൾ പല മോഡലുള്ള തീ കണ്ടിട്ടില്ലേ അല്ലേ? ചുവപ്പ് കളറായി. അൽഫു ആമിൻ, വീണ്ടും 1000 വർഷം കത്തിച്ചു. ഹത്തബിയല്ലത്ത്, അത് വെളുത്ത കളറായി മാറി. അൽഫു ആമിൻ, വീണ്ടും 1000 വർഷം അല്ലാഹു തആല കത്തിച്ചു. അത് ഹത്തസ്വദ്ദത്ത്, കറുത്ത കളറായി മാറി. എങ്ങനത്തെ? സൗദാഉൽ ദുൽമത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂരിരുട്ടുള്ള രാത്രിയുടെ കറുപ്പില്ലേ, ആ രൂപത്തിലുള്ള കറുത്ത കളറായിട്ടാണ് നിൽക്കുന്നത്. അവിടൊപ്പം കത്തിക്കപ്പെടുന്നത് നാസ്, ജനങ്ങളെയും ഹിജാറുകൾ, കല്ലുകളെയുമാണ്.
ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ തീ കാണുന്ന ആളുകൾ അല്ലേ? നമ്മൾ അടുപ്പില് ഭാര്യ ചായ ഉണ്ടാക്കുന്ന ചോറുണ്ടാക്കുന്നത് ആകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പറയുന്ന പരിപാടി എന്താ? എന്നാ നിങ്ങൾക്ക് ആ ഗ്യാസിൽ വെച്ചുകൂടെ? തീയിന്റെ ഗ്യാസിന്റെയും അടുപ്പിന്റെയും തീയിൽ വർധനവുള്ളത് ഏതാ? അല്ല, തീയിൽ വർധനവുള്ളത് ഏതാ? അടുപ്പിലെ തീയിനല്ലേ? അല്ലേ? പവർ കൂടുതൽ ഏതാ? ഗ്യാസ്. കളറോ വ്യത്യാസം? ചുവപ്പിനെക്കാട്ടിലും കളറ് വ്യത്യാസമുണ്ട് അല്ലേ? വൈറ്റാണ്, അല്ലെങ്കിൽ വൈറ്റ് കളർന്ന നീലയാണ് ഏതിനുള്ളത്? ഗ്യാസിലോട്ട്. പക്ഷെ നമ്മൾ കാണുക തന്നെയല്ല. തീ കത്തുന്നത് കാണുമോ? ചിലപ്പം ചിലത് വളരെ നോർമലായിട്ട് നമ്മൾ അറിയ തന്നെയല്ല. പക്ഷെ പവർ കൂടുതൽ ഏതിനാ? ചൂട് കൂടുതൽ ഏതിനാ? ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. ചുവപ്പും കണ്ടിട്ടുണ്ട്, കറുപ്പ് കണ്ടിട്ടുണ്ടോ? സങ്കല്പിച്ചു നോക്കിയേ. അത് എന്താ പറഞ്ഞാൽ നമ്മൾ വലിയ തീപിടുത്തം കണ്ടു, അതിൽ നിന്ന് കറുപ്പ് പുകകൾ ഒഴുകുന്നുണ്ട്. ആ ഒരു അന്തരീക്ഷം തന്നെ നമ്മളെ ഭീതിപ്പെടുത്തുന്നതാ. എങ്കിൽ തീയുടെ കറുപ്പ് കണ്ടിട്ടുണ്ടോ? അതിന്റെ ഗൗരവങ്ങൾ എത്രയുണ്ടാവും? ആ നരകത്തിന്റെ വിശാലത എത്രയാണ്? ലഹാ സബ്അത്തു അബ്വാബിൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നത് 7 തട്ടുകളുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, അതിൽ 4 പറഞ്ഞു, 4 ജഹന്നം. അതിൽ 7 തട്ടുകളുണ്ട്. ഓരോ തട്ടുകൾക്കും വീണ്ടും പാർട്ടുകൾ മഹ്സൂമാണ്, കിസ്മ ചെയ്ത് പോവുക, ഓഹരി വെച്ച് പോവുകയാണ് എന്നുള്ളത്. സ്വഹാബത്തിനോട് നബിതങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ സ്വഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചു, എന്താണ് ആ ശബ്ദം എന്നുള്ളത് മനസ്സിലായോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, അത് 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലിട്ടതാ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴ്ഭാഗത്തേക്ക് എത്തുന്നതിന് ഒരു ദൈർഘ്യമുണ്ട് അല്ലേ? ഗുരുത്വാകർഷണവും മറ്റുമൊക്കെ നമ്മൾ ഒരു ദൈർഘ്യമുണ്ട്. ആ ദൈർഘ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഓരോ വസ്തു താഴത്തിലേക്ക് പോവാൻ ഇത്ര മേൽഭാഗത്ത് നിന്ന് ഇത്ര താഴ്ഭാഗത്തേക്ക് ഇറക്കുമ്പോൾ അത് എത്താനുള്ള ഒരു ദൈർഘ്യമുണ്ട്. ഇപ്പൊ നമ്മളെടുത്ത് ഒരു വീഡിയോസ് കാണാനായിട്ടുണ്ട്. അഗാധമായ ഗർത്തം. ആ ഗർത്തത്തിലേക്ക് ഒരാളൊരു കല്ലിടുന്നു. അത് പതിക്കാൻ എത്രയോ സമയം പിടിക്കുന്നു. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ കൂടുന്നില്ല, സെക്കൻഡുകളുടെ ദൈർഘ്യം. പക്ഷെ അത് തന്നെ നമുക്ക് വളരെ അതിന്റെ ആഴം എത്രയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബോധ്യപ്പെടുത്തി തരുന്നുണ്ടെങ്കിൽ നരകത്തിലേക്ക് ഒരു കല്ലിട്ടത് 70 വർഷങ്ങൾക്ക് ശേഷം താഴ്ഭാഗത്തേക്ക് പതിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ വിശാലത എത്രയാണ്? അതിന്റെ ദൈർഘ്യവും വലിപ്പവും എത്രയാണ്? അപ്പൊ ഇത്രയും വലിയൊരു സംവിധാനത്തെ അല്ലാഹു തആല സംവിധാനിച്ചത് കേവലം 1 2 ആളുകൾ ഇടാനല്ല എന്നുള്ളത് ഉറപ്പല്ലേ? സ്വർഗവും അങ്ങനെ തന്നെയാണ്. ഇത്രപോലെ വിശാലതയുള്ളത്. ഏത് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഇമാം ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചതുപോലെ, നിബിധങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏത് വേണം, ഏതാണോ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ചൂട് വേണ്ടവർക്ക് ചൂട്, കൂട് വേണ്ടവർക്ക് തണുപ്പ്, അല്ലേ? എല്ലാ ഓപ്ഷനും ഇല്ലേ? ഒരു വണ്ടിയിൽ എടുക്കുകയാണെങ്കിൽ ഹീറ്ററും ഉണ്ടാവും, AC ഉണ്ടാവും. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. അവരവരുടെ ശരീര പ്രകൃതിക്കനുസരിച്ച് കൊണ്ട് ഉപയോഗിക്കാം. ഏതാണ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ സെലക്ട് ചെയ്യേണ്ട അവസാന നിമിഷങ്ങൾ കൂടിയാണ്. കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊടുക്കലും വാങ്ങലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രിയിൽ നമ്മളൊക്കെ വളരെ സിമ്പിളായി തള്ളിക്കളയുന്ന ഒരു രാത്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, റമദാൻ 1 മുതൽ അവസാനം വരെയും എത്ര ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുവോ അത്ര കണ്ട് ആ ഒരൊറ്റ രാത്രിയിൽ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നുണ്ട്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ റമദാനിനെ സമീപിക്കുന്ന ആളുകൾ 3 തരത്തിലാണ്. ആ ലെവൽ അനുസരിച്ചിട്ടേ ഈ ഒരു മോചനവും ഇതെല്ലാം കിട്ടുകയുള്ളൂ. ഏതിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നൊന്ന് നോക്കണം. 1, റെഗുലറായിട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ. റമദാനിന് മുമ്പും ചെയ്തിട്ടുണ്ട്, റമദാൻ വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്, അതിനുശേഷവും തുടർത്തി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. മറ്റേത് അങ്ങനല്ല. റമദാനിന്റെ മുമ്പും കണക്കാണ്, ശേഷവും കണക്കാണ്. റമദാനിന് എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചൊക്കെ ഒന്ന് തയ്യാറായിട്ടുണ്ട്.
മൂന്നാമത്തെ ഒരു സെക്ഷൻ ഉണ്ട്, വന്നതും പോയതും അറിഞ്ഞിട്ടില്ല. വന്നതും പോയതും അറിഞ്ഞിട്ടില്ല. ഇതിൽ ഏത് ഗണത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഏത് ഗണത്തിലാ? ഏത് ഗണത്തിലാ? എന്താ മുണ്ടാത്തെ? രണ്ടാമത്തില്ലേ? ആണോ? ഒന്നാമത്തേലാണോ? ഫുള്ള് എപ്പോഴും ഇബാദത്ത്, റമദാനിന് കുറച്ച് കൂടുതൽ, വീണ്ടും അത്യാവശ്യം എല്ലാ ഇബാദത്തും ചെയ്ത ആ ഗണത്തിലാണോ? അല്ല, മുമ്പൊക്കെ ഒരു ആവറേജ്, പിന്നെ റമദാൻ വന്നപ്പോ ഒന്ന് തിരക്കടില്ലാതെ ചെയ്തു, പിന്നെ അങ്ങനെയാണോ? അല്ല, വന്നതും പോയതും അറിയാത്ത ടീമിലാണോ? ഏതാ? രണ്ടാമത്തെ. പറഞ്ഞോളി, നിങ്ങൾക്കൊക്കെ പറയല്ലേ, ഞാൻ ചോദിക്കും, നിങ്ങൾ ഏത് ഇതിലാണെന്ന് നിങ്ങൾക്കൊരു ഒരു നിലപാട് വേണ്ടേ? രണ്ടാമത്തെ അല്ലേ? ഉറപ്പല്ലേ? ഞാൻ പറയണേ, ഞാൻ മൂന്നാമത്തേതിലാണ്. വന്നതും പോയതും അറിഞ്ഞിട്ടില്ല. വന്നതും പോയതും അറിയണമെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചലനം എന്നിൽ ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് റമദാൻ വന്ന് ഒരു തണുപ്പ് നിങ്ങളെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു തണുപ്പ് നിങ്ങൾ ഫീൽ ചെയ്യണ്ടേ? ഒരു ചൂട് നിങ്ങളിലൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീലിങ്സ് നിങ്ങളിൽ ഉണ്ടാവണ്ടേ? ഇല്ലേ? ഒരു പനി വന്നു പോയി എന്ന് പറഞ്ഞു, നമ്മൾ പറയില്ല കോവിഡിന്റെ ഒക്കെ വിഷയം, കോവിഡ് വന്നു പോയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? ലക്ഷണങ്ങളൊന്നുമില്ല. നമുക്കൊക്കെ വന്നു പോയിട്ടുണ്ടോ? എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് സാർ വന്നു പോയിട്ടുണ്ടാവും, നമ്മൾ അറിഞ്ഞിനോ? കാരണം എന്താ? റമദാൻ വന്നു പോയതിന്റെ എന്ത് ലക്ഷണം ഇപ്പൊ നമ്മളിലുള്ളത്? ഞാനല്ല പറയണ്ട്, നിങ്ങളെ മനസാക്ഷിയോടെ പറയണ്ട്. റമദാൻ നമ്മളിലേക്ക് വന്നു പോകാൻ നിൽക്കല്ലേ? ഇപ്പൊ നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് റമദാനോട് സലാം പറയാം. അസ്സലാമു അലൈക്കും യാ ഷഹ്ർ റമദാൻ വന്ന് സലാം പറയണം നാളെ ഔദ്യോഗികമായിട്ട്. ഈ റമദാൻ വന്നു പോയതിൽ എന്ത് ലക്ഷണമാണ്, അടയാളമാണ് നമ്മളിലുള്ളത്? വന്നുപോയതിന് എന്തൊരു അടയാളം വേണ്ടേ? എന്താണ്? ഏത് ഗണത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളത്? ആ ഒരു ഗണത്തിലില്ലെങ്കിൽ ഈ പറയപ്പെട്ടതിലാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ല, നബിതങ്ങൾ പറഞ്ഞ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആരിൽ നിന്ന്? റബ്ബിൽ നിന്ന്. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് ലക്ഷണം? ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾക്ക് എന്ത് ലക്ഷണം? റമദാൻ ഇത്രയും കാലം വന്നു പോയതിൽ ഇന്ന അടയാളം എന്നിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്ത് ലക്ഷണമാണ് നിങ്ങൾക്കുള്ളത്? ഉണ്ടോ? തഖ്വയുണ്ടോ? ഉറപ്പാണോ? എങ്കിൽ ഈ റമദാനിൽ ഇപ്പൊ ഇതുവരെ കഴിഞ്ഞതിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു തെറ്റ് വരുമ്പോ അതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വെറുതെ പറയരുത്. ഉറപ്പുണ്ട്, അൽഹംദുലില്ലാ രക്ഷപ്പെട്ടിയില്ലേ. അങ്ങനത്തെ ഒരു മനസ്ഥിതി വരികയാണെങ്കിൽ രക്ഷപ്പെട്ടിയില്ലേ. ഒരു ഹറാമ് കാണുമ്പോ, അല്ലെങ്കിൽ ഒരു ഹറാമ് കേൾക്കുമ്പോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെറ്റ് നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോ അതിൽ നിന്ന് മാറിപ്പോകാൻ, ഞാൻ തഖ്വയുടെ ഡെഫിനിഷനാ പറയുന്നത്. നിങ്ങൾ തഖ്വ എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഡെഫിനേഷനാ പറയുന്നത്. അങ്ങനെ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റ് കാണുമ്പോൾ അതിൽ നിന്ന് ശരീരത്തെ മാറിപ്പോകാനുള്ള ഒരു ആർജവം നേടിയെടുക്കല. നമുക്കില്ലാതെ പോയതും അതാണ്, അറിയാതെ വഴുതി പോകുന്നതും അതാണ്. കണ്ണത്ര ഇതാക്കിയാൽ പെട്ടെന്ന് നമ്മുടെ ശരീരം ആഗ്രഹിച്ചു പോയി ചെയ്യണതും അതാണ്. അങ്ങനത്തെ ഒരു ഇത് നേടിയെടുക്കാൻ തഖ്വ കൊണ്ടും നോമ്പ് കൊണ്ടും അള്ളാഹ് ലക്ഷ്യം വെച്ചതും അത്ര തന്നെയുള്ളൂ. അത് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നോമ്പിനല്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഓരോരുത്തർക്കും അതുപോലെ പറയാൻ കഴിയും. എന്തടയാളമാണ് പരിശുദ്ധ റമദാൻ എന്നിൽ അവശേഷിച്ചിട്ടുള്ളത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞതുപോലെ വന്നതും പോയതും അറിയാത്ത ടീമിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അപ്പൊ അത് മാറ്റണമെങ്കിൽ അതിൻ്റെ അവസാന നിമിഷങ്ങളും കൂടിയാണ്. മൂല്യങ്ങളേറെയുള്ളതാണ്. ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ കബൂലിയത്തിന് വേണ്ടിയിട്ട് ധാരാളമായി ദുആ ചെയ്യുക, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് അതൊന്ന് സ്വീകരിച്ചു കിട്ടണം. തള്ളിക്കളയാൻ പാടില്ല, റിജക്റ്റ് ചെയ്യാൻ പാടില്ല. ന്യൂനതകൾ ഏറെ തന്നെ ഉണ്ട്. നന്മകൾ എന്ന് പറയാൻ അവകാശപ്പെടാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ചെയ്തതിലും മുഴുവനും ന്യൂനതകളാണ്. നോമ്പായാലും നിസ്കാരമാണെങ്കിലും എല്ലാത്തിലും ന്യൂനതകളാണുള്ളത്. ഇനി ഇത് റബ്ബിന്റെ ഔദാര്യം കൊണ്ട് അവൻ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഔദാര്യം കൊണ്ട് അവൻ അത് കബൂൽ ചെയ്യാൻ വേണ്ടി അകമഴിഞ്ഞ് ദുആ ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, കബൂലിയത്തിന്റെ പ്രാർത്ഥന, സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അത് അകമഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും ആയ ദിവസങ്ങളിൽ നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും അധ്വാനിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ, അത് ഫലപ്രദമാവണമെങ്കിൽ ഇനിയുള്ള ഈ അവസാന നിമിഷങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ക്ലിയർ ആക്കേണ്ടത്.
അല്ലെങ്കിലോ ഇതുവരെ ചെയ്തതൊക്കെയും ബാത്തിലായി പോവുക. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുവരെ ചെയ്തത് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നശിപ്പിക്കുന്ന ഒരവസ്ഥ വരാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ഈ നരകമോചനം സാധ്യമാക്കി സ്വർഗപ്രവേശനം നമുക്കൊരു ഉറപ്പ് വരണം, ഉറപ്പ് നേടിയെടുക്കണം. ആ നേടിയെടുക്കുന്നതിൻ്റെ ആർജവത്തോടെ ഊർജത്തോടെ ആവണം ഇനി മുന്നോട്ടുള്ള ഒരു വിശ്വാസി എന്നുള്ള നിലക്കുള്ള നമ്മുടെ ജീവിതങ്ങൾ. അത് എല്ലാ മേഖലയിലും, അത് കേവലം നിസ്കാരത്തിലും നോമ്പിലും പള്ളിയോട് ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും ഇസഡ് വിഷയത്തിലും എന്ത് വേണം ഈ ഒരു അവസ്ഥ വേണം. ആ ഒരവസ്ഥ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പരാജിതരാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. നമ്മൾ എവിടെ പറഞ്ഞു തുടങ്ങിയത് കലിമത്ത് തൗഹീദ്, ഇല്ലേ, ഷഹാദത്ത് കലിമയുടെ അംഗീകാരത്തിൽ തുടങ്ങിയതാണ് നമ്മൾ. അതിൻ്റെ അവസാനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഷഹാദത്ത് കലിമയുടെ അംഗീകാരം ഖൽബിലേക്ക് ഉറച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇസഡ് വിഷയങ്ങളിലും കാണണം എന്നുള്ളതാണ്. ഇല്ലേ, കലിമയുടെ അർത്ഥം നമ്മൾ എന്താ പറയല്? ഷഹാദത്ത് കലിമയുടെ അർത്ഥം എന്താ നമ്മൾ പറയല്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാതിരിക്കരുത്. ഉറങ്ങണില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടാനാണ്, അല്ലെങ്കിൽ ഞാൻ നിർത്തും. കഴിഞ്ഞ 10 മിനിറ്റ് ആ സമയം കഴിഞ്ഞ അവിടെ ഉദയത്തിന്റെ സമയം ഇവിടെ 6:26. അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും. കാരണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ എനിക്ക് പ്രശ്നമല്ല. കാരണം ഇതുവരെ ചെയ്തത് ബാത്തിലാക്കണ്ടല്ലോ വെച്ചിട്ടാണ്. എന്താ ഷഹാദത്തിൽ മേന്റെ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ അല്ല, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ആരാധന? കാരണം അങ്ങനെ പറയാൻ കാരണം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഒരു ഖുർആന്റെ ആയത്താണ്. വമാ ഖലഖതുൽ ജിന്ന, എന്താണ്? മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. മാത്രം എന്നുള്ളൊരു മായന അവിടെ വരുന്നുണ്ട്. നഫി ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും അതുപോലെ മനുഷ്യരെയും ഞാൻ പടച്ചിട്ടേ ഇല്ല. അള്ളാഹ് പറയാം, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ പടച്ചിട്ടേ ഇല്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പറയുന്നുണ്ട് ആരാധനക്കർഹൻ ആര് മാത്രമേ ഉള്ളൂ എന്ന്? അള്ളാഹ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ ആരാധന? ആരാധന എന്താന്ന് അറിയില്ലേ? എന്താ? നിസ്കാരം ഒന്ന്, പറ്റേ, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ അല്ലേ ആരാധന? അല്ലേ? ഉറപ്പല്ലേ? ഇബാദത്ത് പറഞ്ഞ മീൻസ് ഇതൊക്കെ തന്നെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ആരാധന. അപ്പൊ ഇതൊക്കത്തിന് അർഹൻ ആരാ? ഉറപ്പല്ലേ? അപ്പൊ ഇതല്ലാത്ത വിഷയത്തിനൊക്കെ അർഹൻ ആരാ? സംസ്കാരത്തിന് അർഹൻ ആരാ? അള്ളാഹുവാണ്. നോമ്പിന് അർഹൻ ആരാ? ഹജ്ജിന് അർഹൻ ആരാ? സക്കാത്തിന്, ശബ്ദം കുറയുന്നുണ്ടോ? റബ്ബെ കൊടുക്കൂല, ചാലി പറഞ്ഞോളി. സക്കാത്തിന് ഒക്കത്തിനും അർഹൻ ആരാ? അപ്പൊ ഇതല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലില്ലേ? അപ്പൊ അതിനൊക്കെ അർഹൻ അല്ലല്ല. പറഞ്ഞോളി. ഒന്നത്. രണ്ടാമത്, അള്ളാഹ് നമ്മളോട് പറഞ്ഞ നിങ്ങളെ പടച്ചത് ഇബാദത്ത് എടുക്കാൻ വേണ്ടി മാത്രമാണ്, ഇല്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഇബാദത്തല്ലാത്ത ഒരുപാട് ഭൂരിഭാഗവും ഇബാദത്തല്ലാത്ത കാര്യങ്ങളല്ലേ ഉണ്ടാവുന്നത്, ഇല്ലേ? അപ്പൊ നമ്മളെ പടച്ചതിന്റെ ലക്ഷ്യം നമ്മൾ തെറ്റിച്ചില്ലേ? അപ്പോൾ നമ്മൾ കുടുങ്ങിയല്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞ ഇബാദത്ത് എടുക്കാൻ നിർബന്ധിത ഇബാദത്ത് 5 ഒരു ദിവസവും 5 വഖത്തല്ലേ നിസ്കരിക്കാൻ പറ്റൂ, അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ. അപ്പോഴും വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസത്തെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇബാദത്തുകളേക്കാൾ കൂടുതൽ ഇബാദത്തല്ലാത്ത സമയമാണ്. അപ്പൊ ഈ പറഞ്ഞതിന് വിരുദ്ധമായി മാറിയില്ലേ? നമ്മൾ അതുപോലെ തന്നെ ഷഹാദത്ത് കലിമ പൂർണ്ണമായോ? ആരാധനക്കുള്ള അർഹത മാത്രമേ അള്ളാഹ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും അർഹത കൊടുത്തിക്കണോ? എന്താ ഉണ്ടാത്ത്? അതിന് വേറെ എന്തെങ്കിലും കൊടുക്കും? നിങ്ങൾ പറഞ്ഞ അർത്ഥമാണ് ഞാൻ പറയുന്നത്. ആരാധനക്കുള്ള അർഹത അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തു, ബാക്കി എന്തെങ്കിലും ഇല്ല. അതൊന്നും മാറ്റി പിടിക്കണം, എന്നാൽ രക്ഷപ്പെട്ടു.
ആരാധനക്ക് നമ്മളിപ്പോ എന്താണ് ആരാധനക്ക് മാത്രം നീ അർഹതയുള്ളൂ, അത് മാത്രം നിനക്കുള്ളു. അതല്ലേ ഇപ്പൊ പറഞ്ഞേ? അതല്ല. ആരാധന എന്ന് പറഞ്ഞ കേവലം നിസ്കാരവും നോമ്പും ഇതൊന്നുമല്ല. A to Z വിഷയത്തിൽ അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനാണ് ആരാധന എന്ന് പറയുന്നത്. അത് ആ അർഹത അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഹറക്കത്തെ മീൻസ് ഒരു അണു അളവ് വിടാതെയുള്ള ഫോളോ അപ്പ് ഉണ്ടാവല്ലോ, അംഗീകാരം ഉണ്ടല്ലോ, അനുസരണയുണ്ടല്ലോ, അത് ലോകത്ത് ആരോട് മാത്രമേ പാടൂ? അള്ളാഹുവിനോട് മാത്രമാണ്. വിഷയം മനസ്സിലാവുണ്ടോ? അത് ആരോട് മാത്രമേ പാടൂ? അതിന് അർഹത നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിന്നെ അഗാധമായി പിൻപറ്റുന്ന, അഗാധമായി സ്നേഹിക്കുന്ന, അന്ധമായി നിന്നെ വിശ്വസിച്ച് കൂടെ കൂടാൻ അർഹത ആർക്ക് മാത്രമേ അർഹതയുള്ളൂ? വേറൊരാളോടും ആ ഒരു സമീപനം പാടില്ല. അതിനുള്ള അർഹത നീ മാത്രം. അതാണ് ഞാൻ എൻ്റെ കൽബിൽ ഉറപ്പിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഷഹാദത്ത് വരുമ്പോ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിലോ ഇപ്പൊ പറയപ്പെട്ട നിസ്കാരവും നോമ്പും കൊടുത്ത് ബാക്കിയുള്ളതൊക്കെ വേറെ ആർക്കോട് നമ്മൾ കൊടുക്കുകയാണ്. വേറെ ആരൊക്കെയോ അർഹതപ്പെട്ട ആളുകൾ ഉണ്ട് എന്ന് പറയുകയാണ്. അല്ല, നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ഓരോ ലൈഫിൽ ആ ലൈഫിന്റെ മുഴുവൻ അർഹൻ ആരാണ്? അള്ളയാണ്. അതാണ് ഷഹാദത്ത് കലിമ. അപ്പോഴാണ് അള്ള പറഞ്ഞ ആയത്ത് വ്യക്തം, നിങ്ങളെ ഞാൻ പടച്ചിട്ടുള്ളത് എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ലൈഫ് മുഴുവനും ആരാധനയായി മാറുന്നു. ഭക്ഷണം കഴിക്കൽ, വസ്ത്രം ധരിക്കൽ, ജോലിക്ക് പോകൽ, അതുപോലെ എന്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ടോ ഇതൊക്കെ നമുക്ക് ആരാധനയാക്കി മാറ്റാൻ കഴിയാണ്. എന്തുകൊണ്ട്? ഇതിനെല്ലാം അർഹത ആർക്ക് മാത്രമേ ഉണ്ടാവാൻ പാടൂ? അള്ളാഹ്ക്ക് മാത്രമേ. അപ്പൊ അള്ളാഹ്ക്ക് അർഹതയുള്ള ഭക്ഷണം കഴിക്കലാണെങ്കിൽ, അള്ളാഹുക്ക് അർഹതയുള്ള വസ്ത്രം ധരിക്കലാണെങ്കിൽ, അള്ളാഹ്ക്ക് അർഹതയുള്ള ജോലിയാണെങ്കിൽ ആ കോലത്തിലേ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? വിഷയം പോണത് ആ കോലത്തിലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, വസ്ത്രം ധരിക്കുന്നതിൽ ഒരു ഹറാമ് വരത്തില്ല, ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഹറാമ് വരത്തില്ല. വരുമോ? സമ്പാദിക്കുന്നതിൽ ഒരു ഹറാമ് വരത്തില്ല. വരുമോ? മറ്റുള്ളവരുടെ അനീതി കാണിക്കുവോ? അക്രമം കാണിക്കുവോ? ദേഷ്യം വെക്കുവോ? വെറുപ്പ് വെക്കുവോ? കാരണം ഇതൊക്കെ അർഹത ആർക്കാ? അള്ളാഹ്. അപ്പൊ അള്ളാഹ്ക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ കോലത്തിന് വേണ്ടേ? എത്തുന്നുണ്ട്, അങ്ങോട്ട് എത്തുന്നുണ്ട്. അതങ്ങോട്ട് എത്തട്ടെ. ഇത് വിഷയം വേറെ വിഷയം മാറ്റല്. അള്ളാഹ്ക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അതിനനുസരിച്ചല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ വിഷയത്തിൽ ഏറ്റവും വിഷയവും റബ്ബിന് വേണ്ടിയിട്ടുള്ളത് ആവണമെങ്കിൽ അപ്പോഴാണ് ആരാധനയാവുന്നത്. അപ്പോഴാണ് ഷഹാദത്ത് കലിമ പൂർണ്ണത എത്തുന്നത്. ആരാധനക്ക് അർഹം പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ അർഹൻ ആരാണ്? അതെല്ലാ വിഷയവും ഏറ്റവും വിഷയം അതിൽ പെടണം. അപ്പൊ എല്ലാം പടച്ച റബ്ബിന് അർഹതയുള്ളതാണെങ്കിൽ ആ അർഹതപ്പെട്ടതേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഒരാൾ കൽബിൽ ഉറച്ച് വിശ്വസിച്ച ഒരാൾക്ക് ഒരിക്കലും തന്നെ വഴിപിഴച്ചു പോകാൻ കഴിയില്ല, ഒരിക്കലും തന്നെ മോശത്തരം ചെയ്യാൻ കഴിയില്ല. ഒരിക്കലും. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ട് ഒരു ഹറാം ചെയ്തിട്ട് ഇത് അള്ളാഹ്ക്ക് അർഹതപ്പെട്ടതാണെന്ന് നമ്മളിങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആ തെറ്റ് ചെയ്യൂല. അപ്പൊ നമ്മുടെ ലൈഫ് മുഴുവനും ആരാധനയാക്കി മാറ്റാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതും കൂടി ഒന്ന് ഉറപ്പിക്കണം. കേവലം നിസ്കാരം നോമ്പും ഹജ്ജും മാത്രം അള്ളാഹ്ക്ക് കൊടുത്ത ഒതുക്കേണ്ട, ലൈഫ് ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കൂ. അതാണ് നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്ത ഇലാഹി സ്മരണ കൊണ്ട് ലക്ഷ്യം. ഇനിയിട്ടേയും നമ്മളുടെ ഹൃദയത്തിൽ പടച്ച റബ്ബിനോടുള്ള ചിന്ത വരുമ്പോൾ എല്ലാം അവനക്ക് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതൊന്ന് നേടിയെടുക്കാനാണ് ഇത്രയും നമ്മൾ പണിയെടുക്കുന്നത്. ഇനി നമ്മളെ ഞാൻ പറയില്ലേ, അതിനുള്ള വഴികൾ എന്താണെന്നും അതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന മാർഗങ്ങൾ എന്താണെന്നും ഒക്കെ ഞാൻ ഉള്ള അറിവ് കൊണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിന്തിക്കണം, മാറാനുള്ള നിമിഷങ്ങൾ, അവസാന നിമിഷങ്ങൾ. കാരണം നമുക്കൊരു മാറ്റം അത് റമദാൻ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മഹാന്മാരായ ആളുകൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായൊരു മാറ്റത്തിന് ഏറ്റവും ഉതകുന്ന മാസം പരിശുദ്ധ റമദാനാണ്. അതിൽ അവശേഷിക്കുന്ന ദിനങ്ങളാണ്. പടച്ചറബിലേക്ക് സംഭവിച്ചു പോയതിനെല്ലാം പറഞ്ഞ് കഴുകിക്കളഞ്ഞൊരു പുതിയ മനുഷ്യനായി റമദാനിന്റെ ശേഷം ജീവിതം അല്ലാഹു തആല അനുവദിക്കുമെങ്കിൽ നല്ലൊരു പുതിയ മനുഷ്യനായിട്ടൊരു വിശ്വാസിയായിട്ട് ജീവിക്കണം. എത്ര കാലമാണ്? അതൊരു ദിവസമാണെങ്കിൽ അങ്ങനെ, ഒരു വർഷമാണെങ്കിൽ അങ്ങനെ. ഇതുവരെ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിക്കണോ എന്നുള്ളത് നമ്മൾ ഇപ്പം ഈ ചർച്ച ചെയ്ത വിഷയങ്ങളെ കൊണ്ട് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരം നമുക്ക് ഉണ്ടാകില്ല. ഉണ്ടോ? ഒരു വിശ്വാസിയായിട്ടാണോ നീ ജീവിച്ചത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇനി അത് അറിഞ്ഞിട്ടില്ല റബ്ബേ, പറഞ്ഞിട്ടില്ല എന്നൊന്നും അള്ളാഹുവോട് പറയാൻ പറ്റില്ല. അതൊക്കെ പഠിക്കലും അറിയേണ്ടിയും ബാധ്യത നമുക്കുണ്ട്.
അത് നമ്മൾ ചെയ്യാത്തതിൽ നമ്മൾ തന്നെയാണ് കുറ്റക്കാരൻ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളിലുള്ള അപാകതകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അപ്പോഴാണ് നമ്മളിപ്പോൾ എന്താ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മൾ വജ്ജഹത്ത് ഓതില്ലേ, വജ്ജഹത്തൂൽ എന്താ പറയുന്നത്? ഇന്ന സ്വലാത്തി വനുസുഖി മഹയായ വമമാത്തി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റബ്ബിന്റെ മുമ്പിൽ നിന്ന് പച്ചക്കളവാ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, പിന്നെ വനുസുഖി, മറ്റുള്ള എൻ്റെ ആരാധനാ കർമ്മങ്ങളൊക്കെ, ഇബാദത്ത്, മറ്റ് വിഷയങ്ങൾ, പിന്നെ വമഹയായ, എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് മുഴുവൻ, വമമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി, അള്ളാഹ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കണക്ട് റെഡി ആവുള്ളൂ. അല്ലെങ്കിലോ കളവാണ്. അള്ളാഹ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് വിരുദ്ധത ചെയ്യാൻ, അപ്പൊ അവിടെ ആരാധന വന്നിട്ടില്ല പറയുന്നത് മനസ്സിലാവുണ്ടോ? അപ്പൊ അത് ക്ലിയർ ആവണമെങ്കിൽ ഈ പറഞ്ഞ ലൈഫിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ പച്ചക്കളവാ പറയുന്നത്. ഞാൻ നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ നമ്മളെ ഭാര്യയോട് പറയില്ല നീ എന്നേടി എന്റെ ജീവൻ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനോട് പറയും നീല്ലേ, എന്നിട്ടും കൽബിൽ വേറെ പച്ച ചതിയല്ലേ ചെയ്യുന്നത്. അതന്നെയാണ് ഇപ്പൊ ഇവിടെയും ചെയ്യുന്നത് അള്ളാഹിനോട്. അതൊന്ന് മാറ്റിപ്പിടിക്കണം. അപ്പൊ അങ്ങനെ എല്ലാം യഥാർത്ഥമാകുള്ളൂ, ഒരു വിശ്വാസിയായി മാറുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങൾ പറഞ്ഞോളൂ, എന്താ പറഞ്ഞു? പറയും. ഞാൻ ആഹാരം കഴിക്കാൻ പോകുന്നു, ഏത് പ്രവൃത്തിയിലേക്കും പോകുമ്പോൾ ബിസ്മിയാണ് ഞാൻ ആദ്യം ചൊല്ലിക്കുന്നത്. അല്ല, ബിസ്മി ചൊല്ലി എന്നതുകൊണ്ട് ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ. അതൊക്കെ സംഗതി ശരിയാ. തെറ്റ് ചെയ്യുമ്പോൾ ബിസ്മി, നിങ്ങളിപ്പോ മൊബൈൽ കാണുമ്പോൾ ബിസ്മി ഇല്ലിട്ടാ കാണുന്നത്. അല്ല, ചോദിച്ചതിന് മറുപടി അറിയാം. അല്ല, മൊബൈലല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിലെ സർവ്വതും അള്ളാഹ്ക്ക് സമർപ്പിക്കണം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ നോക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേ, ഒരു മിനിറ്റ്, ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ബിസ്മി ചൊല്ലുന്നുള്ളൂ. അതാണ് അങ്ങോട്ട് വരികയാണ് ഞാനേ. ഭക്ഷണം കഴിക്കുക, യാത്ര, വസ്ത്രം മാറുക, വീട്ടിൽ നിന്നിറങ്ങുക, അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ ബിസ്മി ചൊല്ലുന്നുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ ബിസ്മി. നിങ്ങൾ ലൈഫിൽ നല്ലത് എന്ന് പറയുന്നത് ചെയ്യുമ്പോഴല്ലേ ബിസ്മി ചൊല്ലുള്ളൂ. അല്ല, അതെ ഞാൻ ചോദിക്കുന്നത് അതല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ബിസ്മി ചെല്ലാറുള്ളൂ സാധാരണ. ഒരാൾക്ക് ഒരു സിനിമ കാണാൻ നിൽക്കും, ബിസ്മി ചൊല്ലിയിട്ട് കാണുമോ? അല്ല, അതെന്നെ പറഞ്ഞത് ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. ഒരാൾക്ക് ഒരു ഇപ്പൊ ലൈഫിൽ സിനിമ കാണാത്ത ആളുകളുണ്ട് കൂട്ടത്തില്, ഉണ്ടോ? അതൊക്കെ ബിസ്മി എനിക്ക് ഞാൻ പറയട്ടെ, ബിസ്മി ചൊല്ലിയിട്ടാ കണ്ടത് അല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതാണ്, ബിസ്മിയിൽ കാണാൻ പറ്റാത്തതാണത്. കാരണം അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ അത് ലൈഫിൽ ഉണ്ടാവരുത് എന്നാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ പറ്റാത്തതൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. കാരണം നമ്മുടെ ലൈഫ് ഒരു ആരാധനയാണ്. ആ ആരാധന എന്നുള്ളത് അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. അപ്പൊ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ പറ്റാത്തതൊന്നും ആരാധനയായിട്ട് പരിഗണിക്കൂല. അതിൽ പെട്ടതാണ് ഈ ഹറാമുകളും തെറ്റുകളും. അത് ഒഴിവാക്കി എല്ലാം ആരാധനയാക്കണം. അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ പറ്റുന്ന, ബിസ്മി ചൊല്ലാൻ പറ്റുന്നതാക്കണം എന്നാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇപ്പൊ തിരിഞ്ഞോ? പറഞ്ഞു മനസ്സിലായി. ഒന്നുകൂടി ക്ലിയറായി. എല്ലാം ബിസ്മി ചൊല്ലാൻ പറ്റുന്നതാക്കണം. ആ പറ്റുന്ന പ്രവർത്തനങ്ങളെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതൊന്നും അങ്ങനെ ചിന്തിച്ച് പടച്ച റബ്ബിനെ നമ്മുടെ ലൈഫ്, ജീവിതം ആർക്ക് സമർപ്പിക്കുക? അള്ളാഹിനെ സമർപ്പിക്കുക. ആരിനെ തൃപ്തിപ്പെടുത്തുക? അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക. ആരെ ഭയപ്പെടുക? എല്ലാം. പക്ഷെ ഇതുവരെ നമുക്കുള്ളത് അങ്ങനല്ല അല്ലേ? തൃപ്തിപ്പെടുത്തിയത് ഏതെയോ ആളുകളെയാണ്, പേടിച്ചത് ആരൊക്കെയോ ആണ്, ആരാധിച്ചതും ആരൊക്കെയോ ആണ്. പക്ഷെ നമ്മുടെ ഇലാഹായിട്ട് നമ്മൾ പറയണത് നാവുകൊണ്ട് ആരെ മാത്രം. അപ്പൊ അള്ളാഹ്ക്ക് ഇപ്പൊ ഇതുവരെ കൊടുത്ത അംഗീകാരം പറച്ചല് അങ്ങനെ ഉണ്ടല്ലോ. ചിലത് ഈ പേപ്പറിലും ഇതിലൊക്കെ ഉണ്ടാകും അധ്യക്ഷൻ, അല്ലെങ്കിൽ അങ്ങനെ ബാക്കി റോളൊക്കെ ചെയ്യുന്നത് വേറെ ആളുകളാണ്. ആ ഒരു ലെവലാണ് നമ്മുടെ ലൈഫിൽ. അത് മാറ്റിയിട്ട് എല്ലാത്തിൻ്റെയും അധികാരങ്ങളും ആരാധനകളും സ്ഥാനമാനങ്ങളും തൃപ്തിപ്പെടുത്തലുകളും ഭയപ്പെടലുകളും മുഴുവനും പടച്ച റബ്ബായി മാറുമ്പോഴാണ് ഷഹാദത്ത് കലിമയുടെ പൂർണ്ണതയുണ്ടാകുന്നത്. വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയിൽ പൂർത്തീകരണം ഉണ്ടാകുന്നു. ഇനി നിങ്ങൾ ചിന്തിക്കണം ഏത് ഗണത്തിലാണ് പെട്ടിട്ടുള്ളത് എന്ന്. മാറ്റാനുമുള്ള അവസരങ്ങളുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
അള്ളാഹു തആല ഖൈറായ വഴിയിൽ സഞ്ചരിച്ച് അവനെ തൃപ്തിപ്പെട്ട് അവനെ പേടിച്ച് അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധ റമദാൻ യാത്ര പറയുകയാണ്. ഇബാദത്തുകളൊന്നുമില്ല, ഒരുപാട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ. എല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ മഹദ് ഫദൽ കൊണ്ട് ഞങ്ങളോട് പുറത്ത് കരുണ കാണിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതുപോലെ ഉസ്താദന്മാർക്കും ഭാര്യമക്കൾക്കും കൂട്ടുകുടുംബാദികൾ സഹായിച്ചവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുകൂലവും അനുഗ്രഹവുമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ലേ റഹ്മാനെ. ഇനിയും റമദാനുകൾ ഒരുമിച്ച് കൂടാനും ഈ ചെയ്തതിനേക്കാൾ ഒരു അല്പമെങ്കിലും ഇബാദത്തുകൾ വർധനവിൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ കഴിവും തൗഫീഖും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ മൂലവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അപാകതകളും എല്ലാം നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ അഅ്തിഖു മിനന്നാർ കൊണ്ടൊക്കെ നീ അനുഗ്രഹിച്ച ഒരുപാട് നിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുണ്ട് റബ്ബേ. കൂട്ടത്തിൽ ഈ പാപികളായ ദോഷികളായ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, സഹായികൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.